ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വിശേഷങ്ങളൊന്നുമില്ല, എന്നാലും നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കണ്ടേ. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കാൻ തോർത്ത് നോക്കിയതാ. എവിടുന്ന് സമ്മതിക്കത്തില്ല പണ്ടാരം. പോട്ടെ. ഈ പോക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഷോപ്പിലിരുന്നപ്പോഴാണ് ഈ ഓണ സീസണൊക്കെ അല്ലേ, അപ്പം കുറച്ച് ഗിഫ്റ്റ് പേപ്പറൊക്കെ മേടിച്ചൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. നേരെ പിന്നെ ഒരു സ്റ്റോറിലേക്കാണ് പോകുന്നത്. ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത്. ഫ്രണ്ട് ഗിഫ്റ്റ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ കണ്ടപ്പോഴാണ് പഴയ നൊസ്റ്റാൾജിയൊക്കെ മനസ്സിൽ വന്നത്. പണ്ട് ഇതുപോലെയുള്ള പിക്ചേഴ്സ് എല്ലാം കാർബൈഡൊക്കെ കൊണ്ടു നടക്കാൻ ഭയങ്കര ക്രേസ് ആയിരുന്നു. ഇന്നൊക്കെ ഇത് കാണാൻ പോലും ഇല്ല. ഇവിടെ ഇപ്പോൾ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഓർത്തത് പോലും. എന്തായാലും കൊള്ളാം. സാധാരണ എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ ഓരോ ഗ്ലാസ് ചായ കുടിക്കാറാണ് പതിവ്. ഇത്തവണ എന്തായാലും ചേഞ്ച് ആക്കിയത് നന്നായി. ചായ കുടിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടാത്തതിൻ്റെ കാര്യം, എപ്പോഴും ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. ബൈ നമ്മൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, പഠിക്കുന്ന കാലത്ത് 1-2 പേനയെങ്കിലും കൈ കണ്ടിരിക്കും, മസ്റ്റാണത്. ബട്ട് ഇപ്പോൾ പേന ഒന്നും ഞാൻ ഉപയോഗിക്കാറ് പോലുമില്ല. അതൊക്കെ ഒരുമിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഫീല്. സത്യം പറഞ്ഞാൽ പഴയ ഓർമ്മയിലേക്കൊന്ന് തിരിച്ചു വന്നപ്പോഴാണ് ആ കാലം തന്നെ മതിയായിരുന്നു എന്ന് ഓർക്കുന്നത്. പിന്നെ നമ്മൾ വന്നത് ലിച്ചി എന്ന് പറഞ്ഞൊരു ലേഡി സ്റ്റോറിലേക്കാണ്. നമുക്ക് അവിടുന്ന് റിബൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് വാങ്ങാനാണ് നമ്മൾ ഇവിടെ വന്നത്. ചെറിയ സ്റ്റോറാണെങ്കിലും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. ചെറിയ കോസ്മെറ്റിക് സെക്ഷന്, ഗിഫ്റ്റ് സെക്ഷന്, പിന്നെ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല ടെഡി വെയർ സെക്ഷനും വരുന്നുണ്ട്. ഞാൻ ആകെപ്പാടെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അത് മാത്രമല്ല ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. നിങ്ങൾക്കത് സർപ്രൈസ് ആകുമോയെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള ഫ്രണ്ട് ഭയങ്കര ഉത്തരവാദിത്തമുള്ളൊരു ഫ്രണ്ടാണ്. മേടിക്കാൻ വന്ന സാധനം മാത്രമേ ആൾ നോക്കിയുള്ളൂ. എന്നാൽ ഞാനൊരു സ്റ്റോറിൽ കയറിയാൽ അവിടെ എന്തൊക്കെയുണ്ട് അതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ കാര്യത്തിലേക്ക് വരത്തുള്ളൂ. പിന്നെ നമ്മൾ ആദ്യം തന്നെ സർപ്രൈസ് കാണിക്കാം. അത് വേറൊന്നുമല്ല, ക്യാമറയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയൊരു സ്മോൾ ക്യാമറ. എൻ്റെ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. വലിയ ക്ലാരിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്, ചെറിയൊരു ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. നോർമൽ യൂസിങ്ങിനൊക്കെ അടിപൊളിയാണ്. എൻ്റെ പ്രൈസ് വരുന്നത് 800 ആണ്. ഞാൻ വിലയൊക്കെ ചോദിച്ചു. എന്തായാലും ഓണമൊക്കെ വരുമല്ലേ, വെറുതെ ഒന്ന് കമ്മൽ നോക്കാൻ നോക്കി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പം കളക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് കമ്മലിൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു സമയം നോക്കാം, നല്ല കളക്ഷൻ കിട്ടുമായിരിക്കും. വണ്ടിയിലിരിക്കും നല്ല ഷോ കാണിച്ച് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് ചെയ്ത് ഈ മൂടി സമ്മതിക്കുന്നില്ല. സാരമില്ല, പോട്ടെ, നമുക്കിതിലും നല്ല വീഡിയോ ഇറക്കാം. അപ്പം ഓക്കെ, ബൈ.